Hello team members, Assalamu alaikum, good morning, hope you are doing well, get Ami here. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സൂയിസൈഡ്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വിഷയം നിങ്ങളെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാലയളവിൽ, അതായത് 2023 ആയിക്കോട്ടെങ്കിൽ 2024, 2025 അങ്ങനെ ഓരോ ഇയർ കഴിയുന്ന സമയത്ത് നമ്മൾ നിന്ന് വേണ്ടപ്പെട്ടവർ ഒരുപാട് കടന്നു പോയിട്ടുണ്ടല്ലേ. ഒരുപാട് വ്യക്തികൾ ആരുമായിക്കോട്ടെ നമ്മളിൽ നിന്ന് അവർ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടാവും. ആത്മഹത്യ ചെയ്തിട്ടായിരിക്കും അവർ ഇന്ന് ഈ ലോകത്തിൽ നിന്ന് പോയിട്ടുണ്ടാവല്. എന്തുകൊണ്ടാണ് ആത്മഹത്യ എന്നുള്ളൊരു വിഷയം നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അവരെ കേട്ടിരിക്കാൻ ഇന്നും ഒരാളില്ലാത്ത രൂപത്തിൽ ആ ഒരു സമയത്തായിരിക്കും അവർ ഈ ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ടായാൽ എൻ്റെ ജീവിതം ഇതോടെ തീർന്നു, ഇനി എനിക്കൊരു വഴി കാണുന്നില്ല, ആത്മഹത്യമാണ് എൻ്റെ മുന്നിൽ ഇനി വരാനുള്ളത് എന്ന് പറഞ്ഞ് നമ്മളെ മനസ്സ് തളരുമ്പോൾ, നമ്മളെ കേട്ടിരിക്കാൻ വ്യക്തികളില്ലാതാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ലെവലിലേക്ക് നമ്മൾ പോകും. നമ്മുടെ ജീവിതത്തിൽ എന്ത് വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ആത്മഹത്യ ഒന്നിനും ഒരു സൊല്യൂഷനല്ല. നമ്മളെ ഒറ്റപ്പെടുത്തിയവരെ മുന്നിൽ, നമ്മളെ കുറ്റപ്പെടുത്തിയവരെ മുന്നിൽ, നമ്മളെ മോശം വാക്കുകൾ പറഞ്ഞ മുന്നിൽ, നമ്മൾ താരതമ്യം ചെയ്തവരുടെ മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളെ റിസൾട്ട് മാത്രമാണ്. അല്ലാതെ അവരെ മുന്നിൽ നമ്മൾ ആത്മഹത്യ എല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. ആത്മഹത്യ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ആരൊക്കെയാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? 1, നല്ല മാതാപിതാക്കൾ. 2, നമ്മുടെ നല്ല കുടുംബക്കാർ. 3, നമ്മുടെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ. 4, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടീം മെമ്പേഴ്സ്. ഇത്രയും നമ്മളെ കുട്ടികൾ, ഇത്രയും നമ്മളിൽ നിന്ന് പോകും. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് വല്ല പ്രശ്നം വന്നോട്ടെ, എന്ത് വല്ല സ്ട്രഗിൾസ് വന്നോട്ടെ, നമ്മളാദ്യം നമ്മളോട് ചോദിക്കണം, ആത്മഹത്യയല്ല എനിക്ക് വേണ്ടത്, ഞാൻ ജീവിച്ചിട്ടാണ് കാണിക്കേണ്ടത്. ഞാൻ ഇന്ന് എവിടെയൊക്കെ ഞാൻ തളർന്നിട്ടുണ്ടായിരുന്നോ ആ തളർന്നവരുടെ മുന്നിൽ ഞാൻ വിജയിച്ച് കാണിക്കുക വേണ്ടത്. അല്ലാതെ ആത്മഹത്യ ചെയ്തിട്ട് ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കുക അല്ല ചെയ്യേണ്ടത്. അതേത് വ്യക്തികളായിക്കോട്ടെ, ആൺകുട്ടികളായിക്കോട്ടെ, പെൺകുട്ടികളായിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളത് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അത് ആരെ മുന്നിലാണെങ്കിലും. ഇന്ന് നിങ്ങൾ എവിടെയും തോറ്റിട്ടില്ല, ഇന്ന് നിങ്ങൾ എവിടെയും പരാജയപ്പെട്ടിട്ടില്ല. നിങ്ങളെ വായി തുറക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ പരിഹസിച്ചവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കലാണ് ഏതൊരു പെൺകുട്ടിയുടെയും ഏതൊരു ആൺകുട്ടിയുടെയും വിജയം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും അവിടെ തളരാനല്ല നിൽക്കേണ്ടത്. മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ നെവർ മൈൻഡഡ് ആയിട്ട് കൂളായി ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുക. സൂയിസൈഡിനെ വിട പറഞ്ഞ് നമ്മൾ നല്ലൊരു വ്യക്തിയായി 2026 സൂയിസൈഡ് മാക്സിമം നമ്മൾ കുറക്കാൻ നോക്കുക. നല്ലൊരു വ്യക്തിയായി, നല്ലൊരു ടീം മെമ്പേഴ്സായിട്ട് വേണം നമ്മൾ ഇതിനെ മുന്നോട്ടേക്ക് നയിക്കേണ്ടത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ കൂളായി, അതിനെ ഹാപ്പി ആയിട്ട് വിട്ടിട്ട് വേണം നമ്മൾ ഓരോരുത്തരും മുന്നോട്ടേക്ക് പോകാൻ. നമ്മൾ കാരണം ഇന്ന് ഒരുപാട് വ്യക്തികൾക്ക് ഒരു സൊല്യൂഷൻസ് കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമി ടോക്കും ടീം മെമ്പേഴ്സും നിങ്ങളെ കൂടെ എന്നും ഉണ്ടാവും. ഇറ്റ്സ് മീ ഗെറ്റ് ആമി ടോക്ക്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.